അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിലും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് ഇൻ്റോടെ എത്തിക്കണേ. ഇന്നലെ എത്തിയതാട്ടോ. ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് കളീൻ്റെ ഒപ്പം വന്നു കേട്ടോ. അപ്പം ഉമ്മച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടിയിട്ടത് കാണാൻ. അപ്പോൾ വന്നിട്ടും അടിപ്പണി അതൊന്നും മാറ്റമൊന്നും തോന്നണില്ല അല്ലേ അമ്മ? പണിക്കാരൊന്നും വരലുണ്ട്. ഓല് മറ്റേ എന്താ പറയല്, സ്റ്റെപ്പ് സിറ്റൗട്ടിലും സ്റ്റെപ്പുമ്മലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്നും വല്ലാതെ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാലേ കുക്കിംഗ് വീഡിയോ ആണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, തിന്നിട്ടുമില്ല. അപ്പോൾ എന്നോണ്ട് ഞങ്ങൾക്കത് തിന്നാൻ പൂതി, എനിക്കും ഉമ്മാക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ പൂതിയും കൊണ്ട് മാങ്ങ സീസൺ ആയപ്പോട്ടോ. എന്നിട്ട് അമ്മായി കുറച്ച് നാടൻ മാങ്ങനോടെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ അമ്മായി കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ട് അമ്മായി കഴിഞ്ഞ വർഷം എന്നിട്ട് മാങ്ങയൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിറ്റേന്ന് ഞാൻ വായക്കാട്ടുക്കട പോയി. അപ്പോൾ ഉണ്ടാക്കാൻ കൂടിയില്ല. പിന്നെ ഞാനില്ലല്ലോ ഇത് ഇമ്മ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നലെ ഞാനിന്ന് ഇമ്മാൻ്റെ കൂടെ അടുത്ത ഉമ്മച്ച് പൊറുക്കി കൊണ്ടുവന്ന മാങ്ങ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഇന്ന് ഞാൻ എന്തായാലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടേ നിൽക്കണല്ലേ ഉമ്മച്ച്. കഴിഞ്ഞ കൊല്ലമുള്ള പൂജ. അപ്പോൾ വാപ്പനോട് പറഞ്ഞു, വാപ്പ തൈരും ശർക്കരയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കലാണ്. അപ്പോൾ ഇതുവരെ തിന്നോക്കിയിട്ടൊന്നുമില്ല എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഫോണിലൊക്കെ ഈ കാലമാകുമ്പോൾ അതന്നെ വരുന്നത്. അപ്പോൾ തിന്നാനൊരു പൂതി. അപ്പം എന്നാൽ ഉണ്ടാക്കി നോക്കട്ടെ, എന്താവും ടേസ്റ്റിനൊന്നും അറിയില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ തിന്നിട്ട് പറഞ്ഞു തരട്ടെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. ഇപ്പം ഇതാണ് നമ്മളെ മാങ്ങകൾ. ഇതിനൊക്കെ നമുക്ക് തോല് ഊരിയെടുക്കണം. ചെറിയ മാങ്ങ കേട്ടോ. ഇതിനോട് ആ ചെറിയ മാങ്ങനോട് ഉണ്ടാക്കലായിരുന്നു. ഇത് ഉമ്മച്ചി മലയിൽ കൊണ്ടുവന്നതാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനാണ്. എനിക്ക് ഭയങ്കര പൂതി ഇത് തിന്നാൻ, അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാണ്. നമ്മളെ ഹാന കൃഷ്ണല്ലേ, അത് ഒരു ദിവസം കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട്, അതൊരു വീഡിയോയിൽ, അത് എന്നോട്ട വീഡിയോ ആണ് കേട്ടോ. ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷമാണ്. അതുണ്ട് ഈ മാമ്പഴ പുളിശ്ശേരി അതിൻ്റെ അപ്പച്ചി ഉണ്ടാക്കി കൊടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട് തിന്നുന്നുണ്ട്. അന്നുണ്ട് അത് തിന്നണ കാണുമ്പോൾ അത് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രസമാണല്ലോ തിന്നണ കാണാൻ. അപ്പോൾ അന്നുണ്ട് എനിക്ക് ഇതിന് പൂതി. അപ്പം ഞാനൊന്നും ഉണ്ടാക്കി തിന്നോക്കട്ടെ. സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടെത്തിച്ച് വെച്ചത്. അപ്പം ഇതിനെ കേകി അതിൻ്റെ തൊലിയൊക്കെ ഊരിയെടുക്കണം. അപ്പം നമ്മൾ ഉണ്ടാക്കണ പോലെ എങ്ങോട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പം പണിക്കാരുണ്ട് കേട്ടോ. ഓരോ സൗണ്ടാണ് കേൾക്കുന്നത്. ഒരു ടൈൽസ് കട്ട് ചെയ്യണം, ഇതിൻ്റെയൊക്കെ സൗണ്ടാട്ടോ കേൾക്കുന്നത്. ഇമ്മ ഒരിക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കേണ്ടത്. ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഓൽക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല വെച്ച്. ഇമ്മക്ക് എന്നോണ്ട് പൂതി, എനിക്കുണ്ട്, ഞങ്ങൾക്ക് രണ്ടാക്കാണ് പൂതി. അപ്പം ഉണ്ടാക്കണ കാണിച്ചു തരാം. മാങ്ങനൊക്കെ ഞാൻ കേക്കിക്കണം കേട്ടോ. കുറേ മാങ്ങ കേട് കേട്ടോ. ഇതിനും ഇതാ കേട്, അവിടെ അതൊക്കെ കേടാട്ടോ. അപ്പോൾ ഇതിലാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പം ഇതിനൊക്കെ തൊലി ഊരിയിട്ട് നമുക്ക് ഇതിക്കിടാം. കണ്ടോ, ഇത് കണ്ടിട്ടൊരു പുറമൊന്നും വല്ലാതെ ആവാത്ത മതിരി. ഇങ്ങനത്തെ മാങ്ങയോടെ നെയ്ക്ക് ഉണ്ടാക്കല്, ഇങ്ങനത്തെ മാങ്ങയോടെ നെയ്ക്ക് ഉണ്ടാക്കല്. ഇങ്ങനെ കൈകൊണ്ട് തൊലി ഊരണം നോക്കാണ് ഫോണില് കാണണം. അങ്ങനെയൊക്കെയാണ് ഉണ്ടോ. ഈ മാങ്ങയൊക്കെ എങ്ങനെ തിന്നണ്ടേ അറിയോ? ഇവിടെ കടിക്കുക, ഇവിടെ എന്നിട്ട് ഓട്ടാക്കുക, എന്നിട്ട് കടിച്ചിങ്ങനെ ഈമ്പി തിന്നണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനത്തെ മാങ്ങൻ്റെ ഒക്കെ. എന്നിട്ട് ഇന്നലെ ഞാൻ നെടുങ്കോട്ടിൽ നിന്ന് അങ്ങനെ തിന്നപ്പോൾ ഐസമൂക്ക് ഞാൻ കൊടുത്ത് തിന്നാനും വേണ്ടിക്കണ്ട്. അങ്ങനെ എന്നിട്ട് ഓക്ക് തിന്നാന്ന് വെച്ചല്ല, നമ്മളൊക്കെ എത്ര അങ്ങനെ ഈമ്പീനില്ലേ ചെറുപ്പത്തിൽ. ഓക്ക് ഇങ്ങോട്ട് വീരല്ല ഈ ഈമ്പാനേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഇതൊന്നും വീരുണ്ടാവില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ് കാട്ടി കൊടുക്കണം. ചില മാങ്ങയൊക്കെ കേടാട്ടോ. കേടുള്ളതൊക്കെ ഞാൻ നന്നാക്കി എടുക്കുക. ഇതിൻ്റെയൊക്കെ ഇവിടെ ഉണ്ടോ ചെറിയൊരു കേട് ഇങ്ങനെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിക്കാണ്ട് നന്നാക്കി എടുക്കുക. നിങ്ങൾ ഈ കത്തിയോണ്ട് മുളക് അരിഞ്ഞോ? മുളകും കുരു ഉണ്ടായിരുന്നു നല്ല. അങ്ങനെ തൊടുവിലൊക്കെ പോയി കാട്ടിലൊക്കെ പോയി മാങ്ങനെ പിടിച്ച് എന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ ഒലിക്കുത്തിലിങ്ങനെ. അപ്പം ഇങ്ങനെ പിടിച്ചാണ്ട് വീമ്പലുണ്ട്, നല്ല രസമാണ്. നമ്മൾ നെടുങ്കോട്ട് നിൽക്കണമെന്ന്
എല്ലാ മൂച്ചിൻ്റെ തൊട്ടിലും പോയിക്കാണ്ട് മാങ്ങ പൊറിക്കാണ്ട് തിന്നലേനിപ്പോൾ. നമ്മളെ മാങ്ങളൊക്കെ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തണം കേട്ടോ. എത്ര ഉണ്ട് ഇപ്പം? 2, 4, 6, 8, 10, 12, 14, 15 ഉണ്ട് കേട്ടോ. അപ്പം അതിക്ക് ഇഞ്ഞൊരു 3 പച്ചമുളക് ചിലവിൽ ഇടണമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിടുകയാണ്. ചിലവിൽ ഇടുന്നുണ്ട്. പിന്നെ അതൊരു നുള്ള് മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ ഉപ്പ് ഇട്ടു. ഇഷ്ടം അതിൽ ഉപ്പില്ലേ? ഉപ്പ് കിട്ടില്ല. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. ഇത്ര പോരല്ലേ? കിട്ടണില്ലേ ഉമ്മയുടെ പാത്രത്തിന് ഉപ്പ്? കുറച്ചും കൂടി ഉപ്പ് ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആക്കിയിട്ട് നല്ലോണം തിളപ്പിക്കാം. ബാക്കി ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ശർക്കരനെ ഞാൻ വെച്ചിക്കണം കേട്ടോ, ഉരുകാനും വേണ്ടിയിട്ട് വെച്ചിക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളമാക്കി എടുക്കണം കേട്ടോ. നമ്മളെ മാമ്പഴത്തിനെ വെച്ചിക്കണം കേട്ടോ. ഇനി ഇത് നല്ലോണം തിളച്ച് വരണം. അപ്പം നമുക്ക് ഈ ശർക്കര പാനിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ അരപ്പ് ഉണ്ടാക്കട്ടെ കേട്ടോ. മതി. അപ്പോൾ 2 ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങയും ചെറിയ ജീരകം കേട്ടോ. നമ്മൾ നല്ല ജീരകം എന്ന് പറയും. അതും ഇട്ട് അതിൻ്റെ അരപ്പടിൻ്റെ കൈ ഇവിടെ ആകെ പൊള്ളി, ആവി കയറിക്കാണ്ട് ആകെ പൊള്ളിയിട്ടില്ല കൈ. ഇത് നമുക്ക് തൈരും കൂടി ആക്കി എടുക്കാം കേട്ടോ. ഇതിൽ അരക്കരം ഇമ്മ കണ്ട വീഡിയോയിൽ തൈര് പിന്നെ പോരാണെന്ന് അപ്പം അമ്മ പറയണം. ഞാൻ കണ്ടതിൽ തേങ്ങയിൽ കൂട്ടി അരക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തൈര് ആക്കി എടുക്കുക. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരക്കുക. വെണ്ണ പോലെ അരക്കണം എന്നൊക്കെ ഒരു ചേച്ചി പറയുന്ന കേട്ടിന്. അതുപോലെ നമുക്ക് അരച്ചെടുക്കാം. അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ. മഞ്ഞൾ കുറച്ച് കുറഞ്ഞോ. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചാൽ അത് ഞയിക്കുന്നു. ഇപ്പോൾ നമ്മളെ മാങ്ങ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഇത് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഇതിലും കൂടി തിളക്കണമല്ലോ അത്. അപ്പോഴാണ് ടേസ്റ്റ് നോക്കിയാൽ പോലും പറയണത്. അപ്പോൾ അതേറ്റ് ഉണ്ടാക്കണോട് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് നെയ്യും ആക്കി എടുക്കട്ടെ നിങ്ങൾക്ക്. നമ്മളെ മാങ്ങ ശർക്കരയും നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ അതിൽ കിടന്നിങ്ങനെ തിളച്ച് മറിയുക കേട്ടോ. അപ്പോൾ വാമ്പണ്ട് വരുന്ന എന്താ മണം ചോദിച്ചാണ്ട് അമ്മ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉണ്ട് കേട്ടോ. വറ്റട്ട് എഴുതി നോക്കുമ്പോൾ അത് വറ്റണില്ല. അപ്പം നമുക്ക് ഈ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് വല്ലാതെ തിളക്കരുത് കാരണം ഓഫാക്കണം വേറെ. ഇനി വറവിടണേ. അപ്പോൾ അതാ നമ്മൾ സാധനം സെറ്റായി. നമുക്ക് തീ ഓഫാക്കട്ടോ. ഒന്ന് തുള്ളിയോട്ടല്ലമ്മ. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് വടിച്ചിടട്ടോ. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ വറവിടാൻ പോകാം കേട്ടോ കറീനെ. ഇതിപ്പോൾ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ വറവിടാൻ പോവാണ്. ചിലവർ ഈ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞേക്കാണ്ടൊക്കെ ഇടും. നമ്മൾ വിചാരിച്ച് കടുക് ഇട്ടാണ്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് വയ്ക്കാൻ വിചാരിച്ചിട്ടോ. ഈ വറ്റൽ മുളക് ഇല്ലേ അത് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇടണ്ടെന്നാണ് വിചാരിച്ചത്. നെയ്യിലാട്ടോ തൂമിക്കാൻ പോണത്. ഒരു ചേച്ചി പറയുന്ന കേട്ട് നെയ്യിൽ തൂമിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മൾ നെയ്യിൽ തൂമിക്കാൻ പോവാം. ഉമ്മച്ചി പറഞ്ഞമ്മ കണ്ട വീഡിയോയിൽ ഉലുവയൊക്കെ ഇടേണ്ടത്, കടുകിൻ്റെ ഒപ്പം ഉലുവയൊക്കെ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ അറിയണോല് കമൻറ്റ് ഇടിട്ടോ എന്താ അതിൻ്റെ അവസ്ഥ എന്നൊക്കെ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കില്ല, അപ്പോൾ നമുക്കിത് വശമില്ല. പോരാ അമ്മച്ചി കയറിയോ? ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ, ടേസ്റ്റ് കുറയണ്ട. നല്ലോ കത്തൂലേ? ഉമ്മ പുതിയ കൊണ്ടുവന്ന വിറകൊക്കെ അടുപ്പത്ത് വെച്ചപ്പോൾ ഫുള്ളും അടുപ്പത്താട്ടോ ഉമ്മാൻ്റെ പരിപാടികൾ. അപ്പോൾ കടുക് പൊട്ടി കറിവേപ്പില ഇട്ടെടുക്കുക, അയിക്കൊഴിച്ചെടുക്കുക. നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി. നമ്മൾ ചോറുക്ക് ഇത് കൂട്ടി നിർത്തുന്നേട്ടെ, എന്നിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളും കമൻറ്റ് ഇടുക. കൂട്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാനും പറയാം കേട്ടോ. നമ്മളെ പണി റൂമൊക്കെ റെഡിയാക്കിട്ടോ. ഇടയിൽ മറ്റേ അപ്പോക്സില്ലേ അതൊക്കെ ഇട്ടു റെഡിയാക്കി. ഇനി നമുക്കിവിടെ കിടക്കാം കേട്ടോ. തുടച്ച് വൃത്തിയാക്കിയാൽ നമുക്കിവിടെ കിടക്കാം. ഇനി ഡൈനിങ് ഹാൾ ഇട്ടില്ല കേട്ടോ. 2 റൂമൊക്കെ ഇട്ടിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കോണിയാട്ടോ ഇടാനുള്ളത്. ഇന്ന് പോലെ
സിറ്റൗട്ടിലാട്ടോ. സിറ്റൗട്ടും ഇട്ടു. നമ്മൾ ഉമ്മാനെ പുളിശ്ശേരി എങ്ങനെ ഉണ്ട് നോക്കാൻ വിളിച്ചതാട്ടോ. നല്ല രസമുണ്ട് ഉണ്ടോ? ശരിക്കും ഇനി എന്താ ഇടണം? ഉപ്പോ ഇടണ്ട, തന്നെ ചോറ് പോണ വച്ചാണൂലേ? ചോറ് കറിയാ പോലെ ഇതും നല്ല രസമുണ്ടല്ലേ? ഇല്ല നിങ്ങളത് റെഡിയാക്കിയില്ല, ഇന്റത് ഞാൻ റെഡിയാക്കി. നിങ്ങൾ അപ്പൊ നമ്മളെ കറി സെറ്റാന്ന് അപ്പൊ ഉമ്മ പറഞ്ഞു. അപ്പൊ നമുക്ക് പണിക്കാർക്ക് കൊടുക്കലമ്മ, ഇല്ലെങ്കിൽ നമ്മളൊറ്റക്ക് തിന്നാണ് വിചാരിച്ചിനെ റെഡി ആയിട്ടില്ലെങ്കിൽ. അപ്പൊ റെഡി ആയ സ്ഥിതിക്ക് നമുക്ക് ഓൽക്കും കൂടി കൊടുക്കാം. ഇതിൽ നമ്മൾ അധികം ചേരുവകളൊന്നും അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഉമ്മ പറയാം അടുത്ത പ്രാവശ്യം നമുക്ക് ഉള്ളികളൊക്കെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാണ്. അടുത്ത പ്രാവശ്യം ഞാൻ എന്താണെന്ന് അറിയില്ല, ഏതായാലും നോക്കട്ടെ. അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് തിന്നാൻ പോവാട്ടോ. ചോറ് തിന്ന് കുറച്ച് ആയപ്പോഴാട്ടോ വീഡിയോ എടുക്കണല്ലോ എന്ന് ഓർമ്മ വന്ന്. അപ്പം ഉമ്മച്ചി റൂമിലാട്ടോ. അവിടെയൊക്കെ പൊടിയും ഒരു ടൈൽസ് കട്ട് ചെയ്യലൊക്കെ ആയതുകൊണ്ട് പൊടിയും ഇതൊക്കെ ആട്ടോ. അപ്പം പിന്നെ നമ്മൾ റൂം കുത്തിറക്കാണ്. അപ്പം ചോറ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. ഉമ്മ ഇവിടെ ആയോട്ടോ. അപ്പം ഉമ്മ ഫോൺ വിളിയിലാട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കൂട്ടാനും ചോറൊക്കെ. ഐസമോക്ക് ചോറൊടുത്തിന് പ്ലേറ്റൊക്കെ തന്നെ എടുത്തതാട്ടോ. അതാണ് ഈ കോലം. മീനും ബായൊക്കെ കൂട്ടാനൊക്കെ ഓൾക്ക് എടുത്തതാട്ടോ. എനിക്ക് ഇത് മാത്രം മതി. ഇത് മാത്രം കൂട്ടിയാണ്ട് നമുക്ക് കുറേ ചോറുന്നട്ടോ. നമ്മളെ മാമ്പഴ പുളിശ്ശേരി സെറ്റായി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര തിന്നാം ചോറ് കേട്ടോ. ഞാൻ ആ കറി മാത്രം കൂട്ടിയിട്ടാട്ടോ അപ്പോൾ ചോറ് തിന്നണം. നല്ല രസമുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. ടാറ്റാ ബൈ ബൈ.